നീയും ദേവികയും പോയിട്ട് വാ. ഞാൻ കുട്ടികളെ നോക്കി ഇവിടെ ഇരുന്നോളാം. അങ്ങനെ നിങ്ങളെ തനിച്ചാക്കിയിട്ട് എങ്കിൽ ഞാനും പോകുന്നില്ല. എന്താ ഈ പറയുന്നത്? ദേവിക ഉണ്ടല്ലോ, അസിസ്റ്റ് ചെയ്യാൻ ആരതിയുണ്ട്. അവരെ പോയി ഷൂട്ട് ചെയ്തിട്ട് വരട്ടെ. ഒരു നല്ല പ്രോഗ്രാം അല്ലേ, അതിന്റെ കാര്യത്തിൽ ഉഴപ്പുന്ന എന്തിനാ? നിരഞ്ജൻ ഇങ്ങനെ പിണങ്ങിയാൽ എങ്ങനെയാ? പിണങ്ങിയതല്ല, ഒരു കാര്യം പ്ലാൻ ചെയ്ത് വരുമ്പോ വരാൻ പറ്റാത്തതിന്റെ റീസൺ ഞാൻ പറഞ്ഞല്ലോ. പ്രാർത്ഥനയെ കൊണ്ടുപോയിട്ട് മോൾക്ക് ഇടയ്ക്ക് എന്തെങ്കിലും സുഖമില്ലായ്മ വന്നാലോ? അതെന്താ ആലോചിക്കാത്തത്? പ്ലീസ് അണ്ടർസ്റ്റാൻഡ് നിരഞ്ജൻ. ഞാൻ നോക്കാം. ആ, ബെല്ലടിച്ചിട്ട് കാത്തു നിൽക്കാൻ വിരുന്നുകാരിയാണോ ദേവിക? കേറി വാ ഇങ്ങോട്ട്. അല്ല, ഞാൻ ലേറ്റായോ? ഇല്ല. ആ, ദേ കണ്ടില്ലേ, ഇവിടെ ഒരാള് ഫുൾ റെഡിയല്ലേ? ഓ, ആ, ദേവിക ഒരു കാര്യം ഏൽപ്പിക്കാനുണ്ടേ, ഒരു മിനിറ്റ്. ആരതി മറ്റും എങ്ങനെയാ സർ വരുന്നേ? ഫുൾ ക്രൂവുമായി അവരവിടെ എത്തും. ആ, ദേ ഇത് ഇദ്ദേഹത്തിനുള്ള കിറ്റാ, മെഡിസിൻസാ. മഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. തണുപ്പടിച്ച പനി ശ്വാസമുട്ടലും വരുന്ന ആളാ. ഏത് മരുന്നാണ്, എത്ര ഡോസാണെന്നൊക്കെ എഴുതി പ്രത്യേകം വച്ചിട്ടുണ്ട്. ദേ ഇത് ദേവിക അങ്ങോട്ട് ഏറ്റേ. അതെന്തിനാ അയാളെ ഏൽപ്പിക്കുന്നേ? ഇത് നിരഞ്ജന്റെ കയ്യിൽ തന്നാലേ എത്ര പനി വന്നാലും ഇത് അതുപോലെ ബാഗിൽ ഇരിക്കേ ഉള്ളൂ. ദേവികയാവുമ്പോ കൃത്യമായിട്ട് മരുന്നെടുത്ത് തന്നോളും. ചാനലിന്റെ ഔട്ട്ഡോർ ഷൂട്ടിന് അയാൾ വരുന്നത്, അല്ലാതെ എനിക്ക് മെഡിസിൻ എടുത്തു തരാനല്ല. ദേവികയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇതൊന്ന് ബാഗിൽ വെക്കാൻ? അയ്യോ ഇല്ല. കേട്ടല്ലോ, ഓരോരോ മുടക്കം പറഞ്ഞ് സമയം കളയാതെ പുറപ്പെടാൻ നോക്ക്. ആ ബാഗൊക്കെ പെട്ടെന്ന് എടുത്ത് ഇറങ്ങും നിരഞ്ജൻ. ഓ, ഇറങ്ങാം. മോളെന്ന് കണ്ടിട്ട് ഇറങ്ങാൻ പറ്റിയില്ല. അത് സാരില്ല, സ്കൂളിൽ നിന്ന് വരുമ്പോ ഞാൻ പറഞ്ഞോളാം. എന്നേക്കാളും ഇപ്പോ എന്റെ മോളെ കെയർ ചെയ്യുന്നത് മാഡം ആണ്. എങ്ങനെ മാഡോ? ഇനി ആ വാക്കിവിടെ കേട്ടു പോവരുത്. ചേച്ചി അങ്ങനെ വിളിച്ചാ മതി, മനസ്സിലായോ? ശരി മാഡം. നിന്നെ ചേച്ചിന്ന് വിളിക്ക. ശരി ചേച്ചി. ചേച്ചി ചേച്ചി. കേറിക്കോളൂ. ഓക്കെ. ചെന്നിട്ട് വിളിക്കണേ. ഓക്കെ, ബൈ. ആ, ഇതുകൂടി അവിടെ വെച്ചേര്. ഒറ്റ ദിവസത്തെ ഷൂട്ടിന്റെ കാര്യം ഉണ്ടായിരുന്നുള്ളൂ, വെറുതെ 2 days. നിരഞ്ജൻ സാർ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഉണ്ടല്ലോ, അത് പക്ഷേ ഷൂട്ടുമായി ബന്ധപ്പെട്ടുള്ള പ്ലാനിംഗ് അല്ല. അദ്ദേഹത്തിന്റെ ടാർഗറ്റ് ദേവികയാണ്. ഹൈലൈറ്റ് അവരൊരുമിച്ചുള്ള യാത്രയാണ്. നീ ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും സംശയിക്കലായിരുന്നേ? വെറും സംശയമല്ലടോ, ഇയാളിപ്പോ പറഞ്ഞില്ലേ തൊട്ടതിനും പിടിച്ചതിനെന്ന്. ഈ യാത്രയിൽ തൊടലും പിടിക്കലും ഒക്കെ സംഭവിക്കും. നിരഞ്ജൻ സാർ ആ ടൈപ്പല്ല. അല്ലായിരുന്നൊന്ന് പറയൂ. ഇത്രയും ദൂരേക്കുള്ള യാത്ര, ഹോട്ടലിൽ രാത്രി താമസം, നോക്കിക്കോ, ഈ ട്രിപ്പിൽ പലതും സംഭവിക്കും. ദേവികയുടെ മോളെ എനിക്കറിയാം, ഹസ്ബൻഡിനെ കുറിച്ചും പറഞ്ഞറിയാം. എന്നാൽ മറ്റു ബന്ധുക്കളെ കുറിച്ചും സ്വന്തം വീടിനെ കുറിച്ചും ദേവിക ഇതുവരൊന്നും പറഞ്ഞിട്ടില്ല. വളർന്നതും പഠിച്ചതൊക്കെ തറവാട്ടിൽ തന്നെയാണോ?
അതെ, വിമലമാത ദേവാശ്രമം. സാറ് കേട്ടിട്ടുണ്ടാവും. വിമലമാത അതൊരു ഓർഫനേജ് അല്ലേ? അതെ, അത് എന്റെ തറവാട്. ഞാനൊരു ഓർഫനാണ്. ഏ? അച്ഛനും അമ്മയും ആരെന്നറിയാത്തൊരനാഥ. ആഗ്രഹങ്ങളും പ്രതീക്ഷകളാണ് എന്നെ വളർത്തിയത്. പ്രത്യാശകളാണ് എന്നെ നയിച്ചത്. ഒരു സ്പോൺസർ ഉണ്ടായിരുന്നു. അദ്ദേഹം തന്ന പ്രോപ്പർട്ടി വിറ്റിട്ടാ രാഹുലിന്റെ നല്ലൊരു തുക കടം വീട്ടിയത്. ഓഫീസിലുള്ള മറ്റാരും ഇതൊന്നും അറിയണ്ട. ഞാനൊരു അനാഥയാണെന്നുള്ള വിവരം മറ്റുള്ളവരെ അറിയുന്നതിൽ മാനക്കേടുകൊണ്ടല്ല, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ടും അല്ല. അറിയണ്ട, അത്ര തന്നെ. ഞാനീ പറഞ്ഞതൊന്നും സാറിന് വിശ്വാസമായി കാണില്ല. സത്യമാണല്ലോ. താൻ കടന്നു വന്ന അതേ ജീവിതാനുഭവമുള്ള ഒരാളെ എനിക്കറിയാം. ദുരിത സങ്കടങ്ങളുടെ കടമ്പകൾ കടന്നു വന്ന ആളാണ്. അനാഥത്വത്തിന്റെ നോവും ഒറ്റപ്പെടലും ശരിക്കും അനുഭവിച്ചിട്ടുണ്ട്. ഓർഫനേജ് എന്ന മേൽവിലാസത്തിൽ നിന്ന് അയാൾ ഇന്ന് എത്തി നിൽക്കുന്നത് ടൈം ടിവിയുടെ മേൽവിലാസത്തിലാണ്. നമ്മുടെ ഓഫീസിലോ? എനിക്ക് നേരിട്ടറിയാവുന്ന വ്യക്തിയാണ്. പേര് നിരഞ്ജൻ തോമസ്. സർ, ചുരുക്കത്തിൽ നമ്മൾ ഒരേ തൂവൽ പക്ഷിയിലാണ്. പ്രിയേച്ചി വീട്ടിൽ വെച്ച് പറഞ്ഞ കാര്യം ഓർമ്മിപ്പിക്കാൻ വന്നതാ. എന്താ? പുറത്ത് ഇപ്പോഴേ തണുപ്പ് തുടങ്ങി. സന്ധ്യയാവുമ്പോ കൂടാൻ ചാൻസ് ഉണ്ട്. കോൾഡിനുള്ള മരുന്ന് നേരത്തെ കഴിക്കുന്നതല്ലേ നല്ലത്? നോക്കാം. മെഡിസിൻ ഞാൻ ബാഗിൽ പ്രത്യേകം മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു കോഫി പറയാം. ഇപ്പൊ വേണ്ട, നാളത്തേക്കുള്ള സ്ക്രിപ്റ്റ് ഒന്നുകൂടെ നോക്കാനുണ്ട്. മരുന്ന് കഴിക്കാൻ മറക്കല്ലേ. സർ, ചേച്ചി എന്നെ പ്രത്യേകം ഏൽപ്പിച്ചു വിട്ടതാണേ. അനീഷേ, വിശേഷം അറിഞ്ഞോ? അടയും ചക്കര അടുത്തടുത്താ. അടയും ചക്കരയോ? ആ, നിരഞ്ജൻ സാറും ദേവികയും അടുത്തടുത്ത മുറികളിലാണെന്ന്. അതിലെന്താ? ഒന്നുമില്ലേ, അതിലാണ് പലതും ഉള്ളത്. നീ ട്യൂബ്ലൈറ്റ് ആണോ അനീഷേ? ക്യാമറമാനാണ് പോലും. ഈ തലയ്ക്കകത്ത് ലൈറ്റപ്പ് ഒന്നും നടക്കുന്നില്ലേ? ഈ യാത്രയും ഷൂട്ടിംഗ് പരിപാടിയൊന്നും വെറുതെ ആവില്ല.
സർ, ആ വരൂ. ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് എഴുതി വന്നപ്പോ ഒരു ഐഡിയ തോന്നി. പ്രാർത്ഥനയുടെ പ്രോഗ്രാം നമ്മൾ ആദ്യമായിട്ടാണ് ഫ്ലോറിന് പുറത്ത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോ ഈ സ്ഥലത്തെക്കുറിച്ചും ഇവിടുത്തെ പ്രത്യേകതകളെക്കുറിച്ചും ഒന്ന് മെൻഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കില്ലേ? തീർച്ചയായും. സാറ് ഗുളിക കഴിച്ചില്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ തണുപ്പ് കൂടുതലാന്ന്. സാരമില്ല. രാത്രിയിൽ അസുഖം കൂടിയാലോ? ഞാൻ മരുന്നെടുത്ത് തരാം. ഫുഡ് കഴിഞ്ഞ് ഒരു ടാബ്ലറ്റും കൂടി ഉണ്ട്. അതും കൂടി കഴിച്ചു കിടന്നാൽ രാവിലത്തേക്ക് ഓക്കെ ആവും. ഇപ്പൊ റെസ്റ്റ് ചെയ്തോളൂ. ഞാൻ പിന്നെ വന്ന് നോക്കിക്കോളാം. ഓക്കെ. മതി. ആ, ഇനി ഇച്ചിരിയല്ലേ ഉള്ളൂ, അതങ്ങ് കുടിച്ചേ. ആ, മതി ആന്റി. പറ്റില്ല, മുഴുവനും കുടിക്കണം. 2 ചപ്പാത്തിയിലേ കഴിച്ചോളൂ. കുടിച്ചേ, 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 കുടിച്ചേ. ഇടുക്കി, ഗുഡ് ഗേൾ. കുട്ടികളായ ഇങ്ങനെ വേണം. കാണുന്നുണ്ടോ മൂന്നാളും? ഇനി നമുക്ക് ഉറങ്ങാം. ചക്കരേ വാ ഉറങ്ങാം. ചക്കരേ പോണ്ട പോണ്ട പോണ്ട. മോളിരിക്കേ. ഇനി ഈ മരുന്നൂടി കഴിച്ച് ഉറങ്ങാം. ഇത് എന്തിനുള്ള ഗുളികയാ? ആന്റി പറഞ്ഞില്ലേ, ഇത് വൈറ്റമിൻ ടാബ്ലറ്റ്സാ. ഇത് കഴിച്ചാ കൂടുതൽ ഹെൽത്തി ആവും, സുന്ദരിയാവും, പഠിക്കാൻ ബുദ്ധിയും കൂടും. എന്നിട്ട് സിബിക്കും മറ്റു കൊടുക്കാത്ത എന്താ? കഴിക്ക. വെള്ളം കുടിക്ക. ഇടുക്കി. ഇനി ഒരെണ്ണം കൂടി ഉണ്ടേ. വാ തുറന്നേ. ഇനി കിടന്നോളൂ. അമ്മയെ വിളിച്ചില്ല. അത് മുൻപേ നോക്കിയപ്പോ റേഞ്ച് ഇല്ലായിരുന്നു. ആന്റി വിളിച്ചോളാം. മോള് കിടന്നോ, കിടന്നോ. കണ്ണടച്ച് കിടന്ന പെട്ടെന്ന് ഉറക്കം വരും. നിരഞ്ജൻ, ഞാൻ ശകലം ബിസി ആയിപ്പോയി.
എത്തിയിട്ടൊന്നും വിളിക്കാത്ത എന്താ? ആ മഴയുണ്ടോ? ഇല്ല. പിന്നെ എന്തു പറ്റി? ശബ്ദം വല്ലാതിരിക്കുന്നുണ്ടല്ലോ. പനി തുടങ്ങിയോ? ആ കൊറേ തുമ്മി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സൂക്ഷിക്കണോന്ന്. ഞാൻ മനഃപൂർവ്വം വരുത്തി വെച്ച പനിയല്ല. എന്നല്ല ഞാൻ പറഞ്ഞത്. എന്തൊരു കഷ്ട ഇത്. ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഒന്നാമതേ പനി, അതിന്റെ കൂടെ ഒരു ദേഷ്യം. ഹോ. ഹലോ. ആ, ഒരാൾക്ക് പനി തുടങ്ങിയത് അറിഞ്ഞോ? ഞാൻ നേരത്തെ സ്ക്രിപ്റ്റിന്റെ കാര്യം ചോദിക്കാൻ ചെന്നപ്പോ സാർ തുമ്മുന്നുണ്ടായിരുന്നു. ടാബ്ലറ്റ് കൊടുത്തു, ഒന്നേ കഴിച്ചുള്ളൂ. എന്നാ ഇപ്പൊ പനി കൂടിയിട്ടുണ്ട്. ഞാൻ വിളിച്ചപ്പോ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ദേവിക ഒന്ന് ചെന്ന് നോക്കണേ. ആ, ഫുഡും കഴിച്ചിട്ടുണ്ടാവില്ല. ഞാൻ നോക്കാം. ആളിന്റെ ദേഷ്യത്തിന്റെ കാര്യവും പറയണ്ട. ഇനിയിപ്പൊ ഷാഠ്യം കാണിക്കും. അസുഖം വന്നു കഴിഞ്ഞാ പിന്നെ ചക്കരയേക്കാൾ കുഞ്ഞാവും നിരഞ്ജൻ. എങ്ങനെയെങ്കിലും ആഹാരം മരുന്നൊന്ന് കഴിപ്പിക്കണേ. ദേവിക ഏൽപ്പിക്കാൻ ഞാൻ ചെന്ന് നോക്കാം. ആ ശരി. സർ, സർ, എന്താ എന്നെ ഒന്ന് വിളിക്കാതിരുന്നേ? പ്രിയച്ചിയുടെ കോൾ ഉണ്ടായിരുന്നു. ഓ സാരമില്ല. നല്ല ചൂടുണ്ടല്ലോ. ഓ അതങ്ങ് മാറും. സാറിനെല്ലാം നിസാരാണ്. ഞാനിപ്പോ വരാം. അനീഷിനോട് പറഞ്ഞിട്ട് ഒരു ഡോക്ടറെ വിളിപ്പിക്കട്ടെ? വേണ്ട, കുറെ കഴിയുമ്പോ ടെമ്പറേച്ചർ കുറയും. എന്നൊരു ടാബ്ലറ്റ് കൂടി തരാം. ഇപ്പൊ വേണ്ട. വേണം. പ്രിയേച്ചി എന്നെ ഏൽപ്പിച്ചതാ. തരുന്ന മരുന്ന് അങ്ങ് കഴിച്ചേക്കണം. രാവിലെ ഷൂട്ടിന് പോകേണ്ടതല്ലേ. ഉറങ്ങിയിട്ട് ഞാൻ റൂമിലോട്ട് പോയിക്കോളാം. വാങ്ങിക്കോ. സാറിന്റെ റൂമിലേക്ക് പാർട്ടി കയറിപ്പോയിട്ട് കുറെ നേരമായല്ലോ. അതാ പൊട്ടാ ഞാൻ ഇതുവരെ പറഞ്ഞത്. വെയിറ്റ് ചെയ്യാം.
അനീഷിന് വേർക്കുന്നുണ്ടോ? ഏയ് ഈ തണുപ്പിന് വേർക്കാനോ? ചിലർക്ക് ഈ തണുപ്പിലും ചൂടുണ്ടാവും, വിയർക്കുകയും ചെയ്യും. ഇപ്പൊ ഞാൻ പറഞ്ഞതെന്തായി? ഓ, വല്ലാത്ത തൊലിക്കെട്ടി തന്നെ. ഒരു കൂസലുമില്ലാതല്ലേ അവർ അങ്ങയുടെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഇതങ്ങനെ വെറുതെ വിടില്ല ഞാൻ. Yeah.